ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 NDPC എക്സാമിന്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ NDPC എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇതിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1ൽ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ബുക്സും അവരുടെ ഓതേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. നമ്മൾ ഇന്നിപ്പം പാർട്ട് 2 ആണ്. അതിന്റെ പാർട്ട് 2 നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ബുക്കുകളാണ് മറ്റു ഏതൊക്കെ ബുക്കുകളും ഓതേഴ്സുമാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ സെഷനിൽ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ബുക്ക് നോക്കിയാണ് ഇതാണ്. ഹൂ റോട്ട് ദി ബുക്ക് ദ ചേഞ്ചിങ് ഇന്ത്യ? ആരുടെ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്? സോ ചേഞ്ചിങ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരുടെ ബുക്കാണ്? മൻമോഹൻ സിംഗിന്റെ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. ചേഞ്ചിങ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൻമോഹൻ സിംഗിന്റെ ചേഞ്ചിങ് ഇന്ത്യ. ഓക്കെ, ദെൻ അടുത്ത ബുക്ക് നോക്കാം. വിച്ച് ഓതർ ക്രിയേറ്റഡ് ദി ലിറ്റിൽ വില്ലേജ് ഓഫ് മൽഗുഡി ആസ് ദി ബാക്ക്ഡ്രോപ്പ് ഫോർ ഹിസ് സ്റ്റോറീസ് ഓഫ് ദി ലിറ്റിൽ ബോയ് സോമി? വളരെ പ്രധാനപ്പെട്ട ഒരു ഓതറാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ബുക്സ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് ആരാ എഴുതിയെന്നറിയോ? മൽഗുഡി ഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ. മൽഗുഡി ഡേയ്സ് ആരാടാ? ഓപ്ഷൻ സി, RK നാരായൺ അല്ലെ. നമ്മുടെ RK നാരായണന്റെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് മൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊതാണ് സോമി ആൻഡ് ഫ്രണ്ട്സ് അല്ലെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എഴുത്താണ് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. RK നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏതാണ്? RK നാരായണന്റെ ഫസ്റ്റ് നോവൽ സോമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. സോമി ആൻഡ് ഫ്രണ്ട്സ് ആണ്. കഴിഞ്ഞ NDPC ചോദിച്ചൊരു ചോദ്യം, RK നാരായണന്റെ ഫസ്റ്റ് നോവൽ ഏത്? സോമി ആൻഡ് ഫ്രണ്ട്സ്. അതുപോലെ ഇതിന്റെ മറ്റൊരു നോവലാണ് മൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നത്. മൽഗുഡി ഡേയ്സും ചോദിച്ച ചോദ്യമാണ്. മൽഗുഡി ഡേയ്സിന്റെ ഓതർ ആരാണ്? RK നാരായൺ. RK നാരായണന്റെ മൽഗുഡി ഡേയ്സ്. അതുപോലെ തന്നെ സോമി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്താണ് എഴുത്തുകളാണ്. ഓക്കെ, ദെൻ അടുത്തത് ഹൂ റോട്ട് ദി ബുക്ക് വൈ ഐ ആം ആൻ ഹിന്ദു? വൈ ഐ ആം ആൻ ഹിന്ദു ആരുടെ എഴുത്താണ്? ആരുടെ എഴുത്തെന്നറിയോ? വൈ ഐ ആം ആൻ ഹിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂർ. നമ്മുടെ ശശി തരൂർ എഴുതിയ ബുക്കാണ്. ശശി തരൂരിന്റെ ബുക്കുകളൊക്കെ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഒരു പ്രധാനപ്പെട്ട ശശി തരൂർ എഴുതിയ ഒരു ബുക്കാണ് ഇത്, നമ്മുടെ വൈ ഐ ആം ആൻ ഹിന്ദു. വൈ ഐ ആം ആൻ ഹിന്ദു കേട്ടോ. വൈ ഐ ആം ആൻ ഹിന്ദു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് കേട്ടോ. വൈ ഐ ആം എ ഹിന്ദു ആരുടെയാണ്? ശശി തരൂർ. ശശി തരൂർ എഴുതിയ ബുക്കാണ്. വളരെ പ്രധാനപ്പെട്ട എന്താണ് ബുക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ ശശി തരൂർ എഴുതിയ മറ്റൊരു ബുക്കാണ് ഇന്ത്യ ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മില്ലേനിയം. നമ്മുടെ ശശി തരൂരിന്റെ വേറൊരു പ്രധാനപ്പെട്ട ബുക്കാണ്. ഇതും ഒരു PVQ ആണ് കേട്ടോ. മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മില്ലേനിയം ആരുടെ ബുക്കാണ്? ആര്? ശശി തരൂർ. നമ്മുടെ ശശി തരൂർ എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കാണ് ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മില്ലേനിയം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് നോവലാണ്. ഓക്കെ, സോ അതും എഴുതിയത് ആരാ? നമ്മുടെ ശശി തരൂരാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ദ ഫേമസ് അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? അൺടച്ചബിൾ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? ആരെന്നറിയോ? അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് മുൽക്ക് രാജ് ആനന്ദ് ആണ്. ആരാണ്? മുൽക്ക് രാജ് ആനന്ദിന്റെ ഏതാണ്? അൺടച്ചബിൾ കേട്ടോ. വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് മുൽക്ക് രാജ് ആനന്ദിന്റെ കൂലി. ഇതും ഒരു PVQ ആണ് കേട്ടോ. പ്രീവിയസ് ചോദ്യം കേട്ടോ. കൂലി ആരാണ്? കൂലി എഴുതിയത് ആരാ? മുൽക്ക് രാജ് ആനന്ദിന്റെ കൂലി. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു നോവലാണ് അക്രോസ് ദി ബ്ലാക്ക് വാട്ടേഴ്സ്. കൂലി കേട്ടോ. സോ ഇതൊക്കെ നമ്മുടെ മുൽക്ക് രാജിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകളാണ്. മുൽക്ക് രാജ് ആനന്ദിന്റെ ഇനിയും ബുക്കുകളുണ്ട്, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഈ വർഷം മുൽക്ക് രാജ് ആനന്ദിൽ നിന്ന് എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കവിയാണ് ആര്? മുൽക്ക് രാജ് ആനന്ദ്. അദ്ദേഹത്തിന്റെ
ഏതാണ്? അൺടച്ചബിൾ. ഏതാണ്? അൺടച്ചബിൾ. ദെൻ അടുത്ത ബുക്ക്, ഹു റോട്ട് ദി ബുക്ക് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി എഴുതിയതാണ്, ആരുടെ എഴുത്താണ്? യെസ്, അത് നമ്മുടെ ഓപ്ഷൻ സി, രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ബുക്ക് എഴുതിയത് കേട്ടോ. സോ പ്രധാനപ്പെട്ടാണ്, ഇതൊരു PVQ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബുക്ക് ഇതിനു മുമ്പ് വേറെ പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ആരെയാണ്? രാമചന്ദ്ര ഗുഹയാണ് അതിന്റെ ഓതർ. ദെൻ അടുത്ത ബുക്ക്, ദ ബുക്ക് ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇതൊരു നമ്മുടെ ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ ബുക്ക്. ആരുടെ അറിയോ? ഓപ്ഷൻ സി, യുവരാജ് സിംഗിന്റെ ബുക്കാണ്. നമ്മുടെ യുവരാജ് സിംഗിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യുവരാജ് സിംഗ് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ യുവരാജ് സിംഗിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ സൈന നെഹ്വാൾ, പുള്ളിക്കാരുടെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് 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 ടു വിൻ. പ്ലേയിങ് ടു വിൻ കേട്ടാ. പ്ലേയിങ് ടു വിൻ ആരാ? സൈന നെഹ്വാളിന്റെ എന്താണ് ഓട്ടോബയോഗ്രഫി, പ്ലേയിങ് ടു വിൻ. അതുപോലെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അതുപോലെ ഒന്നാ, ഏതാ? പ്ലേയിങ് പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ? സച്ചിന്റെ. അതുപോലെ കപിൽ ദേവിൻ്റെതാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് മൈ സ്റ്റൈൽ. ക്രിക്കറ്റ് കേട്ടാ ഓട്ടോബയോഗ്രഫി. കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്? ക്രിക്കറ്റ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് മൈ ലൈഫ് ആരുടെയാണ്? കപിൽ ദേവിന്റെ എന്താണ് ഓട്ടോബയോഗ്രഫിയാണ് കേട്ടോ. സോ ഈ ഇപ്പൊ ഞാൻ എഴുതിയ ഈ ഓട്ടോബയോഗ്രഫി കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഇത് നമ്മുടെ സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, സ്പോർട്സ് റിലേറ്റ് ചെയ്തുള്ള ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫി. സോ ഈ 4 ഓട്ടോഗ്രാഫിയും വളരെ പ്രധാനമാണ്, കാരണം ഒരുപാട് എക്സാം റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട്. സോ കൃത്യമായി 4 എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, ഹു റോട്ട് ദി ബുക്ക് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്? സോ വളരെ പ്രധാനപ്പെട്ടാണ്, വീണ്ടും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ്. നമ്മുടെ സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫിയാണ് എയ്സ് എഗൻസ്റ്റ് ഓഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെയാണ് നമ്മുടെ സാനിയ മിർസ. നമ്മുടെ വേണ്ട യുവരാജ് സിംഗ് എന്താ? ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് അല്ലെ. സാനിയ വേണ്ട പ്ലേയിങ് ഇറ്റ് ടു വിൻ അല്ലെ. അതായത് നമ്മുടെ ആരുടെ? നമ്മുടെ പ്ലേയിങ് ടു വിൻ ആരാ? സൈന നെഹ്വാളിന്റെ നമ്മൾ കണ്ടതാണ് അല്ലേ. സോ സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ ഓട്ടോബയോഗ്രഫി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ബുക്കിലോട്ട് പോയാലോ. അടുത്ത ബുക്ക്, ഹു റോട്ട് ദി ബുക്ക് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്? ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്നത് ആരുടെ എഴുത്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ്, നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന്റെ ബുക്കാണ് കേട്ടോ. ഓപ്ഷൻ ഡി, നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന്റെ ബുക്കാണ് ഏത്? നമ്മുടെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ് വിങ്സ് ഓഫ് ഫയർ അല്ലെ. വിങ്സ് ഓഫ് ഫയർ അല്ലെ. അത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. APJ അബ്ദുൽ കലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണ് ദ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇഗ്നൈറ്റഡ് മൈൻഡ്സും ആരുടെയാണ്? APJ അബ്ദുൽ കലാം സാറിന്റെ പ്രധാനപ്പെട്ട ബുക്സ് ആണ്. സോ കൃത്യമായി ഈ ബുക്ക് അബ്ദുൽ കലാം സാറിന്റെ ബുക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. ചിലവർക്ക് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ. ദെൻ അടുത്തത്, ഹു റോട്ട് ദി ബുക്ക് കിതാബുൽ ഹിന്ദ്? ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ് അല്ലെ. നമ്മുടെ മിഡിൽ ഈസ്റ്റുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ആരുടെ? അൽ ബറൂണിയുടെ കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നത് അല്ലെ. ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. സോ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ കിതാബുൽ ഹിന്ദ്. അതുപോലെ ഈ ഇബൻ ബത്തൂത്തക്ക് ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടല്ലേ, ഏതാ? കിതാബ് ഉൽ രഹല. കിതാബുൽ രഹല ആരുടെ? ഇബൻ ബത്തൂത്തയുടെ. അതുപോലെ അമീർ ഖുസ്രുവിന്റെ ഏതാ? തുക്ലക്ക് നാമ അല്ലെ. അതുപോലെ ഫിർദോസിയുടെ ബുക്കാണ് ഏത്? ഷാനാമ തുക്ലക് നാമ. അൽബറിയുടെ ബുക്കാണ് കിതാബുൽ ഹിന്ദ്. അതുപോലെ കിതാബുൽ രഹല ചോദിച്ചാൽ, രഹല ആരുടെയാണ്? നമ്മുടെ മൊറോക്കൻ സഞ്ചാരി അല്ലെ. മൊറോക്കൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയുടെ ബുക്കാണ് ഏത്? കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ബുക്കിൽ പോയാലോ. അടുത്ത ബുക്ക്, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ഓൺ മൈ ടൈംസ്? സോ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ് നമ്മുടെ ശരത് പവർ അല്ലെ. നമ്മുടെ ശരത് പവറിന്റെ കേട്ടോ, വളരെ വലിയൊരു പൊളിറ്റീഷ്യൻ ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ ആണ് ശരത് പവർ.
ശരത് പവാറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഓൺ മൈ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓൺ മൈ ടേംസ് ആരുടെയാണ്? ശരത് പവാറിന്റെ എന്താണ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്? ഓൺ മൈ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ആരുടെയാണ്? ശരത് പവാർ കേട്ടോ. ശരത് പവാർ ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഹൂ റോട്ട് ദി ബുക്ക് ബാദ്ഷാ നാമ. ബാദ്ഷാ നാമ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഓതർ ആരാണ്? ബാദ്ഷാ. നമ്മൾ വീണ്ടും ഹിസ്റ്റോറിക്കൽ ബുക്കാണ് ഇത്. നമ്മുടെ ബാദ്ഷാ നാമ നമ്മുടെ ഷാജഹാന്റെ ബയോഗ്രാഫിയാണ് അല്ലേ? നമ്മുടെ മുഗൾ എംപററായ ഷാജഹാന്റെ ബയോഗ്രാഫിയാണ്. ആരാ എഴുതിയത്? എഴുതിയത് അബ്ദുൾ ഹമീദ് ലാഹോറി അല്ലെ? ആരാണ്? അബ്ദുൾ ഹമീദ് ലാഹോറിയാണ് ആ ബുക്ക് എഴുതിയത്. ഏത്? ഷാജഹാന്റെ ബയോഗ്രാഫി ബാദ്ഷാ നാമ അല്ലെ? ഫിർദൌസി കുറച്ചു മുമ്പ് കണ്ടതാണ്. ഏത്? ഷാനാമ. അൽബർണി കുറച്ചു മുമ്പ് കണ്ടതാണ് കിതാബുൽ ഹിന്ദ്. അബുൾ ഫസൽ നമ്മുടെ അക്ബറിന്റെ ചരിത്രം, അക്ബർ നാമ എഴുതിയത് അല്ലെ? ആരാ? അബുൾ ഫസൽ. അബുൾ ഫസൽ ആണ് അക്ബർ നാമ എഴുതിയത്. അതുപോലെ ആരാ ഹുമയൂൺ നാമ എഴുതിയെന്ന് അറിയോ? നമ്മുടെ ഹുമയൂണിന്റെ ചരിത്രം. ഹുമയൂണിന്റെ സിസ്റ്റർ ആണ് അല്ലെ? അതും സ്ഥിരം ചോദ്യമാണ്. ആര്? ഗുൽബദൻ ബാനു ബീഗം. ഗുൽബദൻ ബാനു ബീഗം. ഏത്? ഹുമയൂൺ നാമ. ബാബർ നാമയും ജഹാംഗീറിന്റെ കഥയും അത് ഓട്ടോബയോഗ്രഫി. അവർ രണ്ടുപേരും ആത്മകഥയാണ് അല്ലേ? അവർ സ്വന്തമായിട്ട് എഴുതിയതാ. ബാബർ നാമയും തുസുക്കൈ ജഹാംഗീറിന്റെ ഓട്ടോബയോഗ്രഫി. ബാക്കിയെല്ലാം ജീവചരിത്രങ്ങളാണ്. ഓക്കെ, സോ കൃത്യമായി നോട്ട് ചെയ്യുക. ചോദിക്കുന്ന ബുക്കുകളാണ്. ഓക്കെ, ദെൻ അടുത്തത് ഹൂ റോട്ട് ദി ബുക്ക് ഗീതാ രഹസ്യ. ഗീതാ രഹസ്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? സോ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. ഗീതാ രഹസ്യ എഴുതി നമ്മുടെ ലോകമാന്യാണ്. ആരാണ് ഈ ലോകമാന്യ? ലോകമാന്യ ബാല ഗംഗാധർ തിലക് അല്ലെ? നമ്മുടെ ബാലഗംഗാധർ തിലക് എഴുതിയ ബുക്കാണ് ഏത്? ഗീതാ രഹസ്യ എന്ന് പറയുന്നത് കേട്ടോ. ഗീതാ രഹസ്യ ആരുടെയാണ്? ലോകമാന്യ ബാല ഗംഗാധർ തിലക്. ബാലഗംഗാധർ തിലകിന്റെ ഏത് ബുക്ക്? ഗീതാ രഹസ്യ. സോ ഒരു ഇമ്പോർട്ടന്റ് ബുക്കാണ് ഗീതാ രഹസ്യ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഗീതാ രഹസ്യ നോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ? ദ ഇന്ത്യൻ സ്ട്രഗിളും ദ ഇന്ത്യൻ പിൽഗ്രിംസും ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. കഴിഞ്ഞ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ ചെയ്തതാണ് അല്ലേ? ഓക്കെ, then അടുത്ത ബുക്ക് ഹൂ എമംഗ് ദ ഫോളോയിങ് റോട്ട് ദി നോവൽ ഘോറ. ആരുടെ നോവലാണ് ഘോറ? ഘോറ ഒരു പ്രധാനപ്പെട്ട ഒരു നോവലാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോവലാണ് ഘോറ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ പോസ്റ്റ് ഓഫീസ്, ദ പോസ്റ്റ് മാൻ, അതുപോലെ ഗീതാഞ്ജലി അല്ലെ? ഗീതാഞ്ജലി സെറ്റ് ഓഫ് പോയമാണ് ഗീതാഞ്ജലി അല്ലെ? അതിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? നൊബൽ പ്രൈസ് കിട്ടിയത് അല്ലേ? ഗീതാഞ്ജലി, അതുപോലെ തന്നെ ഘോര കേട്ടോ. സോ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട എന്താണ് ബുക്സുകളാണ് കേട്ടോ. സോ ഇത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. ദ പോസ്റ്റ് മാൻ, ദ പോസ്റ്റ് ഓഫീസ്, ഗീതാഞ്ജലി, അതുപോലെ ഒരു ബുക്കാണ് ദ ഹോം ആൻഡ് ദി വേൾഡ്. ഹോം ആൻഡ് ദി വേൾഡ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റൊരു ബുക്കാണ് ദ ഹോം ആൻഡ് ദി വേൾഡ് കേട്ടോ. സോ കൃത്യമായും നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്സുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹത്തിന്റെ ബുക്സുകൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു സെറ്റിൽ ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ച 15 ബുക്കുകളും അതുമായി ബന്ധപ്പെട്ട ഓതേഴ്സുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ബുക്ക് തന്നെ ചില ക്വസ്റ്റ്യൻസ്, ഇപ്പം ചില ബുക്കുകളൊക്കെ ഇപ്പം മൽഗുഡി ഡേയ്സ് ഒക്കെ തന്നെ 4-5 പേർക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ബുക്ക് തന്നെ, പിന്നെ സെയിം ഓതറിന്റെ ബുക്കുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ 2 സെറ്റ് വീഡിയോ നമ്മൾ ചെയ്ത ബുക്സ് ആൻഡ് ഓതറിൽ അതിൽ ചോദിച്ചിട്ടുള്ള പാറ്റേൺ നമ്മൾ കണ്ടതാണ് അല്ലേ? സ്പോർട്സ് പേഴ്സണാലിറ്റീസിന്റെ ഓട്ടോബയോഗ്രഫി ചോദിക്കുന്നുണ്ട്. സോ അത് നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ബുക്ക്, പ്രസിഡന്റിന്റെ ബുക്ക് അല്ലെ? സോ ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ആ പാറ്റേണിലുള്ള ഇമ്പോർട്ടന്റ് ബുക്സുകൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ഇവിടെ ചോദിക്കും, ബുക്സ് ആൻഡ് ഓതറിയും ചോദിക്കും. പിന്നെ ഒരു പാറ്റേൺ വന്നത് ഹിസ്റ്ററി ബുക്സുകളാണ് അല്ലെ? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ബുക്സുകളും ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി പോയാൽ നമുക്ക് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, ആ ഒരു ഒറ്റ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയുമായി, അടുത്ത സെറ്റ് വീഡിയോയുമായി ഞാൻ നാളെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.